താനൂരിലെ പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ പ്രതികരണവുമായി മലപ്പുറം SP A വിശ്വനാഥ്. കുട്ടികളുടേത് സാഹസിക യാത്രയാണെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തലെന്നും ഒപ്പം പോയ യുവാവിന്റേത് സഹായമെന്ന നിലയിലാണ് ഇപ്പോൾ കാണുന്നതെന്നും SP പറഞ്ഞു. പിന്നെ ഇതിൽ ക്രൂഷ്യലായിട്ടുള്ള കുറച്ച് ആസ്പെക്ട്സ് ഇവർ മുംബൈയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ മുതലുള്ള മുംബൈ പോലീസിൻ്റെ സപ്പോർട്ട്, അതിൽ വിവിധ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ നമ്മൾ അതായത് ഓഫീസർമാരെ ബന്ധപ്പെട്ട് അവസാനം ആണ് നമുക്ക് RPF പൂനെയുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടിലാണ് നമുക്കിപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞത്. കുട്ടികൾ ഉപയോഗിച്ചിരുന്ന ഫോൺ അല്ലാതെ മറ്റൊരു ഫോൺ കയ്യിൽ കരുതിയിരുന്നതിൻ്റെ ലൊക്കേഷൻ കിട്ടിയതും സഹായകരമായി. ഓൾ ടുഗെദർ ഇന്നലെ ഒരു മിഡ് നൈറ്റോടു കൂടിയാണ് അവർ പോയിൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി. മറ്റെല്ലാം മീഡിയയിൽ ഓൾറെഡി വന്നിട്ടുണ്ട്, അവർ പോയതും കാര്യങ്ങളും എല്ലാം. എനിവേസ് ഒരു ഗ്രൂപ്പ് എഫേർട്ടായിരുന്നു. അതിൽ മുംബൈയിലെ മലയാളി സമാജം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുംബൈ പോലീസിലെ പേരറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ഓഫീസർമാരായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് മീഡിയ ടുക്ക് ഇറ്റ് അപ്പ് റിയലി വെൽ. ഇപ്പം എൻ്റെ പോലീസ് ടീം, എൻ്റെ SIM ടീമും അവരൊരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സിൽ അവരിൽ അടുത്തെത്തും. ഇന്നൊരു ഈവനിങ്ങിൽ തിരിച്ച് ഫ്ലൈറ്റ് അവൈലബിലിറ്റി പരിമിതമാണ്. അപ്പം മോസ്റ്റ്ലി അവർ ഇന്നത്തെ ട്രെയിന് നാളെ നേരം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തുന്ന രീതിയിലാണ് നമ്മുടെ ട്രാവൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ മൂന്നാമതൊരു ഫോൺ അവരുടെ കയ്യിൽ എങ്ങനെ എത്തിയത്? അവർ വാങ്ങിയതാണ്? ആസ് ഓഫ് നൗ നമ്മൾ മനസ്സിലാക്കുന്നത് അവർ വാങ്ങിയതാണെന്നാണ്. അപ്പോൾ അവർ വാങ്ങി പ്രിപ്പയർഡ് ആയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടികൾ ഒറ്റയ്ക്ക് പോയതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും പ്രചോദനമോ അല്ലെങ്കിൽ പ്രലോഭനമോ അങ്ങനെ എന്തെങ്കിലും? കുട്ടികളൊരു അഡ്വഞ്ചറസ് ആംഗിളിലാണ് പോയിരിക്കുന്നത്, പക്ഷെ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട്. അയാളെ നമ്മൾ ഇതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ട് തിരിച്ചിവിടെ എത്താനായിട്ടുള്ള കാര്യം അതും ചെയ്യുന്നുണ്ട്. അപ്പം സ്വപ്രേരണയാൽ തന്നെ സ്വമേധയാ ഡിസിഷനോടുകൂടി തന്നെയാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് പാരൻസിൻ്റെ അടുത്തും ചോദിക്കുന്നത്. സഹായമായിട്ടാണ് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത്. കുട്ടികളുടെ ഡിമീനറും പോയയിടത്തെയും. ഈ കുട്ടികളുടെ ഫോണിലേക്ക് ലാസ്റ്റ് വന്ന ഫോൺ കോൾ ഇയാളതാണെങ്കിൽ മുമ്പ് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരുന്നോ? എല്ലാം കൃത്യമായിരുന്നു. കുട്ടികളെ ആദ്യം നമ്മൾ സെക്യൂർ ചെയ്ത് തിരിച്ച് അവരുടെ പാരൻസിൻ്റെ അടുത്തും കോടതിയിൽ എത്തിക്കുക, പിന്നെ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കണം. കൗൺസിലിംഗിന്റെ ആവശ്യം. കേട്ടില്ല. അദ്ദേഹം തിരിച്ച് വരാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്ന് വിശദമായിട്ട് ചോദിച്ചാലാണ് എന്തായിരുന്നു പേർപ്പസ് എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ആസ് ഓഫ് നൗ ഒരു യാത്രയുടെ രസത്തിലാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ആസ് ഓഫ് നൗ മനസ്സിലാവുന്നത്. ഈ പോകണതിൻ്റെ ഡയറക്ഷൻ, അതായത് ട്രെയിനും മറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കണം അതിനകത്ത് പ്രാഥമികമായിട്ടുണ്ടായിരുന്നത്. മറ്റുള്ള കാര്യങ്ങൾ കുട്ടികൾ സ്വന്തമായിട്ടും അതിൻ്റെ സജ്ജീകരണങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് ആസ് ഓഫ് നൗ മനസ്സിലാവുന്നത്. അതിന് വന്ന് വിശദമായിട്ട് ചോദിക്കേണ്ടതുണ്ട്, അതിൽ എന്തായിരുന്നു അതിൻ്റെ സോഴ്സ് എന്നുള്ളതെല്ലാം. എല്ലാം കുട്ടികൾ വന്നതിന് ശേഷം. ഇപ്പോൾ നമ്മളുടെ പോലീസ് കുട്ടികളിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ വീഡിയോ കോളിൽ കൂടെ ഒക്കെ സംസാരിച്ചുള്ളൂ. ഇപ്പോൾ ഇത്രയും തന്നെ ഇതിങ്ങനെ ഇൻ്റർവ്യൂയിങ് ആയിട്ടുള്ള കുട്ടി അഡോളസൻസ് ആണ്, ബേസിക്കലി ചിൽഡ്രൻ ആണ്. കുട്ടികളെ കണ്ടെത്താനായതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം മുംബൈ പോലീസിനും RPFനും മുംബൈയിലെ മലയാളി സമാജത്തിനും നന്ദി പറഞ്ഞു. പെൺകുട്ടികളുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുട്ടികളെ കാണാതായ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ പോലീസ് സജീവമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിച്ചത് നിർണായകമായി. കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് അന്വേഷണം വിജയകരമായി പൂർത്തീകരിക്കാനായത്. എന്തിനാണ് പെൺകുട്ടികൾ പോയതെന്ന് വിശദമായി ചോദിച്ചറിയേണ്ടതുണ്ട്. ബുധനാഴ്ച വൈകിട്ട് 6 മണിക്കാണ് കാണാതെയായ വിവരം കിട്ടിയത്. കുട്ടികളുമായി നാളെ ഉച്ചയ്ക്ക് മുൻപ് പോലീസ് സംഘം മലപ്പുറത്തെത്തും. കുട്ടികൾക്കൊപ്പം പോയ യുവാവിന്റേത് സഹായമെന്ന നിലയ്ക്കാണ് ഇപ്പോൾ കാണുന്നത്. കുട്ടികൾ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കാര്യമായ കൗൺസിലിംഗ് നൽകണം. കുട്ടികളെ സുരക്ഷിതമായി കണ്ടെത്താൻ മുംബൈയിലെ സ്വന്തം ബാച്ച്മേറ്റ്സിനെയൊക്കെ വിളിച്ച് സഹായം തേടി. മുംബൈ ഒരു മഹാനഗരമാണ്. അവിടെ ഒരാളെ കാണാതായാൽ കണ്ടെത്തുക എളുപ്പമല്ല. ഈ ദൗത്യം വിജയകരമായി പൂർത്തിയായത് മാധ്യമങ്ങളുടെ അടക്കം മികച്ച ഇടപെടൽ കൊണ്ടാണ്. കുട്ടികളുടെ യാത്രാ ലക്ഷ്യം എങ്ങോട്ടാണെന്നതൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. അവരുടെ കയ്യിൽ എങ്ങനെ ഇത്രയധികം പണം വന്നതുമെന്നും അന്വേഷിക്കണം. കുട്ടികൾ വന്നാൽ ആദ്യം കോടതിയിൽ ഹാജരാക്കും. യുവാവിനെ പെൺകുട്ടികൾ എങ്ങനെ പരിചയപ്പെട്ടു എന്ന് കണ്ടെത്തണം. ഇയാൾക്ക് നിലവിൽ ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും SP പറഞ്ഞു.